ബഹുമാനപ്പെട്ട ശ്രീ പ്രേംകുമാർ ഇവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അദ്ദേഹം കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. പലപ്പോഴും ഞങ്ങളൊക്കെ വാർത്തകൾ കാണുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെ ഞങ്ങൾ അറിയുന്നത്. കാരണം ഭാവന സൃഷ്ടിയായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പ്രേംകുമാർ കുറെ കൂടി എന്താ പറയുക, ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആശങ്കാകുലരായിട്ട് ചർച്ച ചെയ്യേണ്ടത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ്. ആ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് CPM-ന്റെ വോട്ടുകൾ മുഴുവൻ BJP-യിലേക്ക് പോകുന്നു എന്നാണ്. അത് പാർട്ടിക്കകത്തുണ്ടായ ചർച്ചയ്ക്കകത്തുണ്ടായ റിപ്പോർട്ടാണ്. PP ദിവ്യയുടെ അവസാനത്തെ ഇതാണ് മരണകാരണം എന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ നടന്ന കുറേയധികം പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിയും പറഞ്ഞു താൻ അനുഭവിച്ചിരുന്ന താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും പൊതു രാഷ്ട്രീയത്തിലും CPM പുറത്തു പറയുന്നതൊന്നും അല്ല അകത്ത് ചർച്ച നടക്കുന്നതെന്ന് വസ്തുതാപരമായും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ വരുന്നുണ്ട്. പ്രേംകുമാറിനെ കുറച്ചുകൂടിയൊക്കെ അലോസരപ്പെടുത്തേണ്ടത് അതാണ് എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഞങ്ങളിപ്പോൾ ആരെങ്കിലും മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ആരെങ്കിലും മുഖ്യമന്ത്രി ആയാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. ആ സമയത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചോളൂ. എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. 2001 മുതലും ഒക്കെ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണല്ലോ. കോൺഗ്രസിന്റെ രീതിക്ക് കോൺഗ്രസ് കാര്യങ്ങൾ ചെയ്തോളൂ. പക്ഷേ CPM-ന്റെ മുഴുവൻ വോട്ട് ബേസ് BJP-യിലേക്ക് പോകുന്നു എന്നുള്ളത് അലോസരപ്പെടുത്താതിരിക്കുന്നത് എനിക്ക് വലിയ ഇതാണ്. കാരണം അതൊരു പ്രീ പ്ലാൻഡ് ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം മുഴുവൻ CPM-ന്റെ വോട്ടുകൾ ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ പോകുന്നത് അന്ന് അവിടെ നടന്നത് ഒരു പക്ഷേ യാദൃശ്ചികമായിരിക്കാം. പക്ഷെ ഇവിടെ അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് CPM-ന്റെ മുഴുവൻ വോട്ട് ബേസിന് എത്തിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ കണ്ണൂർ മാത്രമല്ലല്ലോ, തെരഞ്ഞെടുപ്പിന്റെ അവലോകനം നടത്തിയപ്പോൾ ആലപ്പുഴയിലും ആറ്റിങ്ങിലും എല്ലാം അവസാനം CPM പറഞ്ഞത് എന്താ, കയ്യിലിരിക്കുന്ന വോട്ട് മുഴുവൻ പോയിരിക്കുന്നു. കയ്യിലിരിക്കുന്ന വോട്ട് പോകുന്നതിന്റെ ഭീതിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ വർഗീയമായി ചേർതിരിച്ചുകൊണ്ട്, വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട്, മലപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു വർഗീയതയും മധ്യ കേരളത്തിൽ വരുമ്പോൾ മറ്റൊരു വർഗീയതയും ഉപയോഗിച്ചുകൊണ്ട് കണക്കിലെ കളിയിലൂടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുന്ന പിണറായിസ്റ്റ് രാഷ്ട്രീയമാണ്. ആ പിണറായിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുന്നു. നോക്കൂ, കമ്മ്യൂണിസം ഇല്ലാതെയായി മാറിയിരിക്കുന്നു. പ്രേംകുമാർ എന്തുകൊണ്ട് അത്തരത്തിൽ അലോസരപ്പെടുന്നു? അത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം. തങ്ങൾ പറയുന്ന സാധനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ശരി, ലീഗ് പതിറ്റാണ്ടുകളായിട്ട് ഈ മുന്നണിയിലുള്ള പാർട്ടിയാണല്ലോ. ഒരുപക്ഷെ കോൺഗ്രസിന് പറ്റുന്ന പിഴവുകൾക്ക് പോലും ചേർന്ന് നിന്നുകൊണ്ട് ഈ മുന്നണിയെ ശക്തിപ്പെടുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്, ഇല്ലേ? മുസ്ലിം ലീഗിന് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും അത് ഞങ്ങളുടെ കൺസേണാണ്. ആ ഞങ്ങളുടെ കൺസേൺ അത് ഞങ്ങളായിട്ട് തന്നെ പരിഹരിച്ചോളാം. അതിന് പുറത്തു നിന്ന് ഉപദേശം തൽക്കാലം സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേർക്ക് തമ്മിൽ യാതൊരു പ്രശ്നവും ഇപ്പം ഇല്ല. നിങ്ങൾ പറയപ്പെടുന്ന പ്രശ്നം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് പരിഹരിച്ചോളാം. ശ്രീ പ്രേംകുമാർ ഇവിടെ പറഞ്ഞ തർക്കം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ദേശീയ കമ്മിറ്റിയെ ഭരിക്കുന്നു എന്നുള്ളതാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ദേശീയ കമ്മിറ്റിയെ ഭരിക്കുന്നത് വാദത്തിന് വേണ്ടി പറഞ്ഞാൽ പോലും സെക്യുലറിസത്തിൽ നിന്ന് ഒരു അണുവിട വ്യതിചലിക്കുന്ന നിലപാടല്ലല്ലോ. അതേസമയം CPM-ന്റെ അതാണോ? 2020 സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ്, ആ കമ്മ്യൂണിസ്റ്റ് ഈ രാജ്യത്തിന്റെ രാജ്യസഭയിൽ ഉണ്ടാവണം എന്ന് കോൺഗ്രസ് നിലപാടെടുത്തു. ബംഗാളിൽ CPM-ന് അതിനുള്ള എണ്ണമില്ല. ഞങ്ങൾ പറഞ്ഞു നിരുപാധിക പിന്തുണ തരാം, സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് വരട്ടെ. ഞങ്ങൾ പറഞ്ഞു. ആരാ അതിനെ പരാജയപ്പെടുത്തിയത്? പിണറായിസ്റ്റുകളല്ലേ? ഈ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് മുമ്പ്, ഞാൻ പിണറായിസ്റ്റുകൾ എന്ന് മനഃപൂർവ്വം പറയുന്നതാണ്, കേരളത്തിലെ CPM-നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പരിഗണിക്കുന്നില്ല. കാരണം സീതാറാം യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പിണറായിയെ കുറിച്ച് പറഞ്ഞാൽ അത് ഘടകവിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിനൊപ്പം രാഷ്ട്രീയമായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കണം എന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ ചർച്ച നടന്നില്ലേ? ആരാ അതിനെതിരായിട്ടുള്ള നിലപാടെടുത്തത്? ഈ പിണറായിസ്റ്റുകളല്ലേ? ഇന്നും പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസിനൊപ്പം രാഷ്ട്രീയമില്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാം എന്ന് അവിടെ നിൽക്കട്ടെ. ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇത് ഏകോപന സമിതിയിൽ പോലും വരാതിരിക്കാനുള്ള കാര്യം ചെയ്തതാരാ? ഈ പിണറായിസ്റ്റുകളല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി CPM എന്ന് പറയപ്പെടുന്നതാണല്ലോ, ഈ രാജ്യത്ത് ഫാസിസത്തോട് നേർക്കുനേർ നിന്ന് ഏറ്റവും വലിയ പോരാട്ടം നടത്തി അവരെ പരാജയത്തിന്റെ വക്കോളം എത്തിച്ച തെരഞ്ഞെടുപ്പാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പിണറായിസ്റ്റുകൾ ഒരെണ്ണം
പോയിട്ട് ഈ സംസ്ഥാനം വിട്ട് മറ്റൊരിടത്ത് പോയിട്ട് പ്രചരണം നടത്തിയോ? ആ പിണറായി വിജയൻ പോയില്ലെന്ന് മാത്രമല്ല, ഇവിടുത്തെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പോലും പോയിട്ടില്ല. കേരളത്തിൽ നിന്ന് ഒരു ഒറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, CPIയുടെ നേതാവ് പുറത്തു പോയിട്ട് പ്രചരണം നടത്തിയില്ല നരേന്ദ്രമോദിക്കെതിരെ. അപ്പോ സെക്യുലറിസത്തിൽ നിന്ന് ആർക്കെതിരെ നിൽക്കുന്നത് എന്നുള്ളത് ഇത് വെച്ച് വായിച്ചാൽ മനസ്സിലാവും. പ്രേംകുമാറെ, പ്രശ്നം അവിടെയാണ്. പ്രശ്നം കേരളത്തിലെ പിണറായിസ്റ്റുകൾ ഇന്ന് BJPക്ക് വേണ്ടി പണിയെടുക്കുന്നു. മലബാറിൽ ചെല്ലുമ്പോൾ മലബാറിൽ അവിടെ തീവ്ര മുസ്ലിം സംഘടനകളുടെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരോടാ? സാദിഖ് അലി ശിഹാബ് തങ്ങളോടാ പറയുന്നത്. ഏത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ? ഈ മധ്യ കേരളത്തിൽ മുനമ്പം എന്ന് പറയുന്ന ഒരു വിഷയം ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന നുണകൾ കൊണ്ടുവന്നുകൊണ്ട് പിണറായി വിജയന്റെ സഹായത്തോടെ, അടിവരയിട്ട് പറയുന്നു, പിണറായി വിജയന്റെ സഹായത്തോടു കൂടി ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരെ BJPയിലേക്ക് എങ്ങനെയെങ്കിലും തള്ളിവിട്ട് ഇവിടെ 10 സീറ്റ് ജയിക്കാൻ കഴിയുമെന്ന് നോക്കുന്ന പിണറായി വിജയൻ ആ വർഗീയതയ്ക്ക് കൂട്ടുപിടിക്കുമ്പോൾ അവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെന്നിട്ട് ക്രിസ്ത്യൻ സമൂഹത്തോട് സംസാരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ മുസ്ലിം മതസമുദായങ്ങളുടെയും പിന്തുണയോടുകൂടി ആ മുനമ്പത്ത് ജനങ്ങളെ കുടിയിറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് മുസ്ലിം സമുദായം എടുക്കുകയാണ്. ആ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ജമാഅത്തെ ഇസ്ലാമിയും SDP കൂട്ടുകെട്ടി അവിടെ മുസ്ലിം തീവ്ര വർഗീയ പാർട്ടിയുടെ പരിചരണത്തിൽ നിൽക്കുന്നത് എങ്ങനെയാ? മുസ്ലിം ലീഗ് ബാബറി മസ്ജിദില് തീവ്ര നിലപാടെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് വിട്ടുപോയ അന്യനെ മടിയിലിരുത്തിയിട്ടാണ് അല്ലേ? ഇനി നോക്കൂ, മധ്യ കേരളത്തിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു മുനമ്പം വിഷയം. ഈ ഈരാറ്റുപേട്ടയിൽ ഒരു സംഭവം ഉണ്ടായല്ലോ. ഈരാറ്റുപേട്ടയിൽ നടന്ന സംഭവത്തെ എല്ലാവരും അപലപിച്ചതാണ്. അവിടെ ഒരു ക്രൈം നടന്നു. പക്ഷേ ആ ക്രൈമിൽ ഉൾപ്പെട്ടവർ ഒരു മതസമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞത് BJPയുടെ ആഭ്യന്തരമന്ത്രിയല്ല, ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമല്ല, ഈ കേരളത്തിലാണ്. നിങ്ങൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവകാശപ്പെടുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഒരു മതസമുദായത്തിൽപ്പെട്ടവരാണ് തെണ്ടിത്തരം കാണിച്ചത് എന്ന് പറഞ്ഞു ഇല്ലേ? BJPക്ക് മറ്റൊരു മുഖ്യമന്ത്രി ഇവിടെ ആവശ്യമുണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യത്ത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഫാസിസത്തിനെതിരെ പോരാടാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ പോരാട്ടമായ ഭാരത് ജോഡോ യാത്രയിൽ പോലും ഭാഗമാകാൻ നിന്നപ്പോ അതിനെ വരെ എതിർത്ത് തോൽപ്പിച്ച് BJPക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന പിണറായിസ്റ്റുകളാണ്. പ്രേംകുമാറെ, നിങ്ങൾ ആശങ്കപ്പെടേണ്ടത് അതിനെ കുറിച്ചാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കവുമില്ല. നിങ്ങൾ ഞങ്ങളുടെ സംഘടനാ വിഷയം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നുള്ളതാണ് രാജു പി നായരുടെ. അഭിലാഷ് ഒരു മിനിറ്റ്. തൃശ്ശൂർ ഞങ്ങളുടെ സംഘടനാ വിഷയത്തെ സംബന്ധിച്ചാണ് റിപ്പോർട്ടുള്ളത്. ആ റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, പുറത്ത് നേതൃത്വത്തിൽ നിന്ന് മറ്റൊരാളും കണ്ടിട്ടില്ല. നിങ്ങൾ അത് ഉപയോഗിക്കുകയാണ്. പ്രേംകുമാർ എനിക്ക് മറുപടി തരുമോ? ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ MM ആരിഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 1,05,000 വോട്ട് കുറഞ്ഞു. ശോഭാ സുരേന്ദ്രന് അതേ 1,05,000 വോട്ട് കൂടി. എങ്ങനെയാണ് MM ആരിഫിന് വോട്ട് കുറഞ്ഞതും എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് വോട്ട് കൂടിയതും എന്ന് അങ്ങേക്ക് എന്നോടൊന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് ആറ്റിങ്ങലിൽ നിങ്ങളുടെ വോട്ട് കുറഞ്ഞത് എന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് കണ്ണൂരിൽ നിങ്ങളുടെ വോട്ടുകൾ, ഉറച്ച വോട്ടുകൾ, പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു തരാമോ? കാരണം നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന കേരളത്തിലെ പിണറായിസ്റ്റുകൾ വർഗീയതയോട് ചെയ്യുന്ന സന്ധി, ആ സന്ധിയാണ് ഈ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നതിന് തയ്യാറ്. അത് പറയാതെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി, ഉപമുഖ്യമന്ത്രി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തുന്നത് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് രക്ഷപ്പെടാൻ വേണ്ടി. ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ പോയിന്റ്.